ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അപ്പച്ചൻ. ഒരു വലിയ ചതിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1912 മുതൽ 1953 വരെ ഈ ലോകത്തെ മുഴുവൻ വ്യാജത്തിലേക്ക് തള്ളിവിട്ട, അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലേക്ക് തള്ളിവിട്ട ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ്. 1912 ഇംഗ്ലണ്ടിലുള്ള ചാൾസ് ഡോൺസൺ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു കണ്ടുപിടുത്തം നടത്തി. അദ്ദേഹം പറഞ്ഞത് മനുഷ്യനും കുരങ്ങിനും ഇടയിലുള്ള ഒരു കണ്ണി ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടെത്തി. അപ്പം ഇത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മനുഷ്യവർഗം മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. മനുഷ്യനുണ്ടായത് പരിണാമത്തിലൂടെയാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പരിണാമം ആണ് എന്നതിന് ഉപോത്ബലകമായ തെളിവ് നൽകുന്ന ശക്തമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു 1912 ചാൾസ് ഡോൺസൺ പറഞ്ഞ അനൗൺസ്മെന്റ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അതിന് ഇടയ്ക്കുള്ള കണ്ണി ഉണ്ടായിരുന്നു, ആ കണ്ണി കണ്ടെത്തി. അതിൻ്റെ ചരിത്ര തെളിവായിട്ട് ഒരു തലയോട്ടി അദ്ദേഹം പ്രദർശിപ്പിച്ചു. ഈ തലയോട്ടി പരിശോധിച്ചപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ശാസ്ത്രലോകം അമ്പരന്ന് പോയി. ഇതിന് മനുഷ്യനും അതോടൊപ്പം തന്നെ കുരങ്ങിനും ഇടയിലുള്ള കണ്ണിയെ കണ്ടെത്തി. അപ്പോൾ പരിണാമം തന്നെയാണ് ഈ മനുഷ്യന് ഉത്ഭൂതമാകാൻ തക്കവണ്ണ കാരണമെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ തക്കവണ്ണം വലിയൊരു മുന്നേറ്റമായിരുന്നു ഇത്. എന്നാൽ ഇത് വലിയൊരു ചതിയുടെ കഥയാണെന്ന് ഞാൻ പറയാൻ കാരണം, 1953 ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയ വ്യക്തി എന്ന് പറയുമ്പോൾ അത് കെന്നത്ത് ഓക്ലെ എന്ന് പറയുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി. ഒപ്പം തന്നെ അദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് കൂടെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാൾസ് ഡോൺസൺ അനൗൺസ് ചെയ്ത ഈ തലയോട്ടിയും അതോടൊപ്പം തന്നെ ഈ കണ്ടുപിടുത്തവും തികച്ചും വ്യാജമായിരുന്നു എന്നുള്ളതാണ്. വ്യാജം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതായത് മനുഷ്യൻ്റെ തലയോട്, എന്നാൽ താടിയല്ലിൻ്റെ ഭാഗം വന്നപ്പോൾ കുരങ്ങിൻ്റെ, ഏത് കുരങ്ങിൻ്റെ, ഒറാങ്കുട്ടൻ എന്ന് പറയുന്ന കുരങ്ങിൻ്റെ ഒരു താടിയല്ലെടുത്ത് മനുഷ്യൻ്റെ തലയോട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് പല്ലുകൾ മനുഷ്യൻ്റെ പല്ലെടുത്ത് കൃത്രിമമായിട്ടവിടെ സെറ്റ് ചെയ്ത് ഇതിന് കാലപ്പഴക്കം തോന്നാൻ തക്ക വിധത്തിലുള്ള ചില കെമിക്കൽ പ്രോസസ്സിങ് നടത്തി അങ്ങനെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ തക്കണം അദ്ദേഹം ഇടയാക്കി തീർത്തു. ഇതിങ്ങനെയുള്ള ഒരു സംഗതി ആയിരുന്നു എന്നുള്ളത് 1953 1966 ഒക്കെയുള്ള പഠനങ്ങളിലൂടെ എല്ലാം ഈ സംഗതികൾ പിന്നീട് വ്യക്തമായി. അതോടുകൂടി ആ വാദം പൊളിഞ്ഞു. എന്ന് പറഞ്ഞാൽ കുരങ്ങിനും മനുഷ്യനും ഇടയിലുള്ള കണ്ണി എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ചമച്ച ഒരു സംഗതിയായിരുന്നു, അത് ഒറിജിനൽ അല്ല ആ തലയോട്ടി എന്നുള്ള സംഗതിയാണ് ബോധ്യപ്പെട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചതി ചെയ്തത്? അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ചാൾസ് ഡോൺസൺ ഇങ്ങനെ ഒരു പണി ചെയ്തതിൻ്റെ ഉദ്ദേശം? ഈ കൃത്രിമ തലയോട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അപ്പം ഇദ്ദേഹം തന്നെ കണ്ടുപിടിച്ചെന്ന് അദ്ദേഹം പറയുന്നു. പിന്നീടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നതനുസരിച്ച് ഇത് ഉണ്ടാക്കിയ ആളും അദ്ദേഹം തന്നെയാണ്. ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ച് 2-3 സസ്പെൻഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് 1-2 പേരെ. അത് സസ്പീഷ്യസ് ആയിട്ടുള്ള വ്യക്തികളിൽ പെടുന്ന ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർദർ സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. പിന്നെ അതുപോലെ മാർട്ടിൻ ഹിൻഡോൺ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ ഈ 3 വ്യക്തികളെയാണ് സംശയിക്കുന്നത് ഉണ്ടാക്കിയെന്ന നിലയിൽ. പക്ഷെ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ സംശയിക്കേണ്ട വ്യക്തി ഇത് ഉണ്ടാക്കിയെന്ന മെയിനായിട്ട് ഈ ആളുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇത് ചാൾസ് ഡോൺസൺ തന്നെ ഉണ്ടാക്കിയതായിട്ടാണ് കൂടുതൽ ആളുകൾക്ക് അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ബാക്കി ഈ ആർദർ സ്മിത്തിനെ കുറിച്ചും മാർട്ടിൻ ഹിൽട്ടണിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിൻ്റെ റേറ്റിംഗ് കൂടുതൽ ഇദ്ദേഹത്തിനാണ്, ചാൾസ് ഡോൺസൺ. അദ്ദേഹം തന്നെയാണ് ഞാനിങ്ങനെ ഒരു വസ്തു കണ്ടുപിടിച്ചു, ഒരു ഇടയ്ക്കുണ്ടായിരുന്ന ഒരു കണ്ണി, ഈ തലയോട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് പോയിക്കൊണ്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായി 2012 ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് എപ്പോഴോ അതിന് മുമ്പ് ഏതോ ഒരു സമയത്ത് പുള്ളി അത് മണ്ണിൽ കുഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാക്കിയിട്ട്.
എന്നിട്ട് അതിന് കാലപ്പഴക്കം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ കൃത്രിമപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയതിലൂടെ ഖ്യാതി നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഉദ്ദേശ സംഗതിയായിരുന്നു. കാരണം അത് അങ്ങനെയുള്ള കണ്ടുപിടുത്തം നടത്തിയ വ്യക്തികളെ പിന്നീട് ഓർത്തിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ചരിത്രത്തിൽ ഇടം നേടുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ്. പിന്നീട് അതല്ല, ഇനി ഒരു പക്ഷേ ഈ പരിണാമത്തെ പിന്തുണയ്ക്കാൻ തക്കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കൃത്രിമ തെളിവ് ആ വിധത്തിലാണോ എന്നും നമുക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഇല്ലല്ലോ. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഏതായാലും ഇത് പരിണാമത്തിന് ഉപോത്ബലകമായിട്ട് അന്ന് കരുതിയിരുന്ന ഈ തെളിവ് അപ്പാടെ ഇപ്പോൾ ഇല്ലാതായി. അങ്ങനെ കണ്ണിയെ അല്ല, അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാജം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും അത് കുറേ കഴിയുമ്പോൾ മറന്നീക്കി വെളിയിൽ വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചില സത്യങ്ങൾ അതാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സമാനമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.